അത് എടുത്ത് വെക്കി. നമ്മളെ നാട്ടില് ബോട്ടാണ് വരണ്ടേ, ഇങ്ങനെ ഇരുന്നാ മതിയാ. ഇങ്ങക്ക് ബോട്ടില്ലേ? എനിക്ക് ബോട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് എന്താണ് ഞാൻ ഈ മഴ എങ്ങനെ പെയ്ത് ഇറപ്പയിട്ടേ ഒരു ഒരേച്ചൊരു വിലാസം കയറി. മഴക്കാലാവുമ്പോ മഴയൊക്കെ ഉണ്ടാവും. നിങ്ങൾക്കുള്ള ബോട്ട് നിങ്ങൾ കേടുവരുത്തരുത്. അല്ല, നിങ്ങളിപ്പോ ഏത് പാർട്ടിന്റെ ആളാ? ഇച്ച അങ്ങനെ പ്രത്യേകിച്ച് പാർട്ടിയൊന്നുമില്ല. ഇച്ച് പറയാനുള്ളത് ബോട്ട് കേടുവരുത്ത്. അത് ആർക്കാണെങ്കിലും ചെജ്ജണം. എന്നാ കോമൊക്കെ പോകട്ടാ. ഏതായാലും ഇപ്രാവശ്യം വോട്ട് ചെയ്യണം. ഇലക്ഷൻ ആണ്. നിങ്ങൾ എല്ലാരും വോട്ട് ചെയ്യണം. വോട്ട് പാഴാക്കരുത് കേട്ടാ. ഇജെന്താ ഇവിടെ? അല്ല, ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, അത് നല്ല ആശയാണ്. ഞാനിവിടെ കൂടെ നമുക്ക് എല്ലാവരോടും പോന്നതിന് ശേഷമാണ് നല്ല ആശയാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഇതിനൊപ്പം കൂടിയാണ്. നന്ദി, നമുക്ക് രണ്ടാം കൂടി നടക്കാം. കളിയാട്ടന്മാരെ പറയാണ്ട. അങ്ങോട്ട് നോക്കട്ടെ, എന്താ അതിന്റെ ഒരു ബമ്പ്. ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ ബിരിയാണി വേണം. പറയാണ്ട, മഴ എണീച്ചിട്ട് ആൾക്കാർക്ക് ഒരു തണുപ്പില്ല. കൂടി പിടിച്ചാൽ ഉഷാറായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ. അതെ, അതങ്ങനെ വരുള്ളൂ. ഒരു ജനപ്രതിനിധി തെരഞ്ഞെടുക്കല്ലേ. അത് മാത്രമല്ല, ആൾക്കാർ ഒരുപാട് ആൾക്കാർ മത്സരിച്ചിട്ടുണ്ട്. അതിന് ഒരാളെ തെരഞ്ഞെടുക്കുന്നുണ്ട്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. എനിക്ക് കാര്യം പറയാനുള്ളൂ, ആര് ഭരിച്ചാലും ആര് ജയിച്ചാലും നമുക്ക് ജനങ്ങൾക്ക് നന്മ ഉണ്ടാവും. അല്ലേ? അതിനുള്ള യോഗം ഉണ്ടാവും. രണ്ടുപേരുടെ കടല കാട്ടിക്കാണി. നല്ല ചൂടുള്ള കടല. ഇതിങ്ങനെ കുറച്ചുണ്ടല്ല. മായ പെട്ടിട്ട് പോലും നമ്മൾ അറിയില്ല. പറയണ്ട, ചൂടുള്ള കടലി, എലക്ഷന്റെ ചൂടും കടലന്റെ ചൂടും എല്ലാം കൂടി പല ഇലക്ഷനും കണ്ടിരിക്കണേ. ഇങ്ങനെ ഇലക്ഷൻ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യത്തെ കാണുന്നത്. ഒക്കെ നല്ല സ്ഥാനാർത്ഥികളുണ്ട്, നല്ല ഉഷാറുള്ള ജാതി. ആ തൊപ്പിക്കോണ ആർക്ക് വെച്ചോളി. അത് പാറിപ്പോട്ടെ. അതൊന്നും പാറിപ്പോകില്ല. അതാണ് വെച്ചതാ. നമുക്ക് ജനങ്ങളോട് കാര്യങ്ങൾ ബോധപ്പെടുത്തി കൊടുക്കാം. അല്ല പിന്നെ അത്ര തന്നെ ഉള്ളൂ.